ASM പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ്. അതിൽ നമ്മൾ 8 സെറ്റ് ചെയ്തിരുന്നു. അടുത്ത സെറ്റാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം തന്നെ ചോദ്യങ്ങൾ ചെയ്തു വരിക. നമുക്ക് ഡെയിലി ഓരോ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഒരു പ്രാക്ടീസും കൂടെ നിങ്ങൾക്കാവും. അറിഞ്ഞുകൂടാത്ത ഭാഗങ്ങൾ നമ്മളിപ്പം ടോപ്പിക്ക് എന്ത് ചെയ്യും, നമുക്ക് എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ഓരോരോ ചോദ്യങ്ങൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് അല്ലെങ്കിൽ ഓരോ തവണയും ചെയ്യുന്ന ചോദ്യങ്ങൾ ഓരോ രീതിയിലായിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പലതും നമുക്കത് ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ്. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. ഇൻ കേസ് ടോപ്പിക്കൊന്നും കിട്ടാത്ത കുട്ടികളാണെങ്കിലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും എളുപ്പം ഉത്തരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു രീതിയും കൂടെ നമുക്കിതിലൂടെ കിട്ടും. അപ്പോൾ എല്ലാവരും ചോദ്യങ്ങൾ എന്നോടൊപ്പം ചെയ്തു വരിക. പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഒന്ന് കുറിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചില സമയത്ത് ഈ ചെറിയ സ്ക്രീനിലാണ് എഴുതുന്നത്. അപ്പോൾ എഴുതുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഞാൻ ഷോർട്ട് ഫോമിലൊക്കെ എഴുതും. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യും, ഇത്രയും കുറേ കാര്യങ്ങൾ, ധാരാളം കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ആ ചെറിയ സ്ക്രീനിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ എഴുതി പോകുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നതൊന്ന് കേട്ടും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുന്ന വേഗത്തിൽ എഴുതി വരാൻ വേണ്ടി പറ്റില്ല, ചെറിയ സ്ക്രീനിലാണ് എഴുതി വരുന്നത്. അപ്പം മാക്സിമം ചെറുതാക്കി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നോടെ പതുക്കെ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കും. വളരെ ക്ലാരിറ്റിയിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കും. നോക്കിയേ, അതിൽ ആദ്യത്തെ ചോദ്യം നോക്കിയേ, ഹൂ പെയിന്റഡ് ഇറ്റ്? പാസീവ് വോയിസിലോട്ട് മാറ്റാനാണ് ചോദിച്ചിരിക്കുന്നത്. ഹൂ പെയിന്റഡ് ഇറ്റ് ഏതാണ് കുട്ടികളെ? ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കിയേ. അപ്പോൾ നോക്കിയോണേ, ഒരു ഇൻറ്ററോഗേറ്റീവ് സെന്റൻസ് ആണ് നിങ്ങൾക്ക് പാസീവ് വോയിസ് എഴുതാൻ തരുന്നത്. എങ്ങനെ ഇൻറ്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡിലോ ഓക്സിലറി വെർബിലോ തുടങ്ങുന്ന സെന്റൻസുകളാണ് ഇൻറ്ററോഗേറ്റീവ്. അത്തരത്തിലുള്ളൊരു സെന്റൻസ് ആണ് നിങ്ങൾക്ക് പാസീവ് വോയിസ് എഴുതാൻ വേണ്ടി തരുന്നതെങ്കിൽ അത് പാസീവ് വോയിസ് എഴുതുന്ന ഇക്വേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ വേർഡ്, പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പാസീവ് റൂൾ. നമ്മൾ പാസീവ് റൂളൊക്കെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം എന്തെന്ന് ഇക്വേഷൻ പഠിക്കുക? പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പാസീവ് റൂൾ. ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ അതങ്ങോട്ട് എടുത്തെഴുതുക. ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്ത സെനൻസ് ആണെങ്കിൽ എഴുതണ്ട. അതാണ് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്ത സെനൻസ്, ചില സെനൻസ് ഓക്സിലറി വെർബിലായിരിക്കും തുടങ്ങുന്നത്. അങ്ങനെയുള്ള സെനൻസ് ആണെങ്കിൽ നമ്മൾ ഓക്സിലറി തുടങ്ങിയാൽ മതി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം കുട്ടികളെ? ഒബ്ജക്റ്റ് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് എഴുതണം. അതായത് നമ്മൾ വെർബിന്റെ തൊട്ടടുത്ത് വരുന്ന വാക്കാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് വേണം ഓക്സിലറി എപ്പോഴും എഴുതാൻ വേണ്ടിയിട്ട്. ഇനി എന്താണ് ഈ പാസീവ് റൂൾ എന്ന് പറഞ്ഞാൽ? ഈസ്, ആം, ആറ്, ഈസ്, ആം, ആറ്, അതുപോലെ വാസ്, നമ്മൾ പഠിച്ചിട്ടുള്ള വാസ്, വേറ് വരുന്ന സെന്റൻസുകളുടെ പാസീവ് റൂൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ബീയിങ് പ്ലസ് V3. ഒബ്ജക്റ്റ്, ഓക്സിലറി, ബീയിങ് പ്ലസ് V3. ഇനി തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഹാസ്, അതുപോലെ ഹാവ്, അതുപോലെ ഹാഡ് വരുന്നൊരു ചോദ്യമാണെങ്കിൽ അതിൻ്റെ പാസീവ് എങ്ങനെ എഴുതാം? ഒബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് എഴുതുക, ബീൻ പ്ലസ് V3, ബീൻ പ്ലസ് V3, ബീൻ പ്ലസ് V3. അടുത്ത് നോക്കി, തന്നിരിക്കുന്ന ചോദ്യത്തിൽ വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഏതെങ്കിലും ഓക്സിലറി വരുന്ന ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ചോദ്യങ്ങളാണ് തരുന്നതെങ്കിൽ പാസീവ് എഴുതുന്നത് ഒബ്ജക്റ്റ് എഴുതുക, ഓക്സിലറി വെർബ് എടുത്തെഴുതുക, ബി പ്ലസ് V3, ഒബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, ബി പ്ലസ് V3. ഇനി അടുത്ത നാലാമത്തെ റൂളാണ് വെർബ് V1 വരാം, അല്ല എങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ വരാം, അല്ല എങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസുകളാണ്. വെർബ് V1 എസ്സിൽ അവസാനിക്കുന്ന വെർബുകളോ സിമ്പിൾ പ്രസന്റ് അല്ലെങ്കിൽ ഏത് ഡസ് വരുന്ന ഡു ഡസ് വരുന്ന സെന്റൻസ് ആണെങ്കിൽ ഒബ്ജക്റ്റ് എഴുതുക, ഓക്സിലറി വെർബ് എടുത്ത് അല്ലെങ്കിൽ ഓക്സിലറി ആയിട്ട് ഈസ്, ആം, ആർ ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി ഒബ്ജക്റ്റിനനുസരിച്ച് എടുത്തെഴുതുക പ്ലസ് V3. അപ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് V3. ലാസ്റ്റ് റൂള് വെർബ് V2 വരാം, അല്ല എങ്കിൽ ഡിഡ് വരാം. ഡിഡ് വരുന്ന സെന്റൻസ് ആണെങ്കിൽ പാസീവ് എഴുതാൻ പറഞ്ഞാൽ എന്തെഴുതണം കുട്ടികളെ? ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ, വാസ് അല്ലെങ്കിൽ വെയർ, വാസ് ഓർ വെയർ പ്ലസ് V3. നോക്ക്, ഇതാണ് പാസീവ് റൂളുകൾ. അപ്പം ഇതിൽ നമ്മൾ നോക്കിയേ, ഇൻറ്ററോഗേറ്റീവ്, ഇതാണ് നമ്മൾ ഈ 5 റൂൾ വെച്ചിട്ടാണ് എല്ലാ സെനൻസും ചെയ്യുന്നത്. ഈ 5 റൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്.
ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് എഴുതുന്നു. ഇൻറ്ററോഗേറ്റീവ് സെൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് എഴുതുന്നു. ഉണ്ടെങ്കിൽ എഴുതുന്നു, ഇല്ലെങ്കിൽ എഴുതണ്ട. അത് കഴിഞ്ഞിട്ട് തന്നിരിക്കുന്ന ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് അവിടെ എടുത്തെഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് എഴുതുന്നു. കണ്ടാ, എല്ലാത്തിനകത്തും ഓക്സിലറിയും അല്ലെങ്കിൽ ഒബ്ജക്റ്റും ഓക്സിലറിയും വന്നിട്ടുണ്ട്. കണ്ടാ, എല്ലാത്തിലും കഴിഞ്ഞിട്ട് എന്ത് വരുന്നു കൂട്ടിലെ, ബാക്കി വരുന്ന ഭാഗമാണ് നമ്മൾ പാസീവ് റൂൾ എഴുതുന്നത്. അതായത് ഇതിൽ ഈസ് ആമ് ആറ് വാസ് വേറെ വരുന്ന സെൻസിൽ നമ്മൾ ഒബ്ജക്റ്റ് ഓക്സിലറി കഴിഞ്ഞാൽ ബാക്കി എടുക്കുന്ന ബീയിങ് പ്ലസ് വിത്ത്, അതാണ് ഇവിടെ എഴുതുന്നത്. ഹാസ് ഹാവ് ഹാർഡ് വരുന്ന സെൻസിലാണെങ്കിൽ ബീയിങ് പ്ലസ് വിത്ത്. കാരണം ഒബ്ജക്റ്റും ഓക്സിലറി നമ്മൾ എഴുതി കഴിഞ്ഞു. ബാലൻസ് വരുന്നത് ബീൻ പ്ലസ് വിത്ത് ആണ്. വില്ല് മുതൽ ഓട്ടിട്ട് വരെ വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ ബി പ്ലസ് വിത്ത്. ഇനി വെർബില്ല, തന്നിരിക്കുന്ന സെൻസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കടോ, വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഡു അല്ലെങ്കിൽ എസ് വരുന്ന സെൻസ് ആണെങ്കിൽ, അങ്ങനെ ഒരു ചോദ്യമാണെങ്കിൽ ഒബ്ജക്റ്റും ഓക്സിലറിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈസ് ആമാറും കഴിഞ്ഞാൽ V3 മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെൻസ് ആണെങ്കിൽ ഒബ്ജക്റ്റ് ഓക്സിലറി നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞു. ബാലൻസ് എടുക്കുന്നത് V3 മാത്രമാണ്. V3 എടുത്തെഴുതുക, അതാണ് പാസീവ് റൂള്. നമുക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു മക്കളെ, അത് അതുപോലെ എഴുതാം. ഹൂ ഒഴികെ ഏത് ക്വസ്റ്റ്യൻ വേർഡ് വന്നാലും എഴുതാം കേട്ടോ. ഹൂ ഒഴികെ ഏത് ക്വസ്റ്റ്യൻ വേർഡ് വന്നാലും അതുപോലെ എഴുതാം. ഹൂ വന്നു കഴിഞ്ഞാൽ ബൈ ഹൂമിൽ തുടങ്ങും. ഹൂ വന്നു കഴിഞ്ഞാൽ എന്ത് തുടങ്ങണം മക്കളെ, ബൈ ഹൂമിൽ തുടങ്ങണം. ഹൂ വന്നു കഴിഞ്ഞാൽ ബൈ ഹൂമിൽ തുടങ്ങണം. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ പറയും പോലെ തന്നെ ഓക്സിലറി എഴുതുക, ഒബ്ജക്റ്റ് എഴുതുക, പാസീവ് റൂൾ എഴുതുക, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് എഴുതുക. ഓക്കെ, ഇനി നോക്കിയാണ് മക്കളെ ഹൂവിൽ തുടങ്ങുന്ന സെൻസ് ബൈ ഹൂം വരുന്ന ഓപ്ഷൻ, അത് ഏതേ ഉള്ളൂ, സി ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓക്സിലറി നോക്കൂ, പെയിന്റഡ് എന്ന് പറഞ്ഞാൽ V2 ആണ്. V2 വരുന്ന സെൻസ്, V2 വരുന്ന സെൻസ് ആണെങ്കിൽ ഏതാണ് ഓക്സിലറി, വാസോർ വെയർ ആണ് ഓക്സിലറി ആയിട്ട് വരുന്നത് ഇല്ലേ. അപ്പൊ അതിന്റെ മണ്ടയിൽ വാസോർ വെയർ എന്ന് എഴുതുക. നമ്മൾ നോക്ക്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ആണ്. ഇറ്റ് സിംഗുലാർ ആയിട്ട് നമുക്ക് എന്തെടുക്കാം, വാസ് എഴുതാം. അപ്പൊ ബൈ ഹൂം വാസ്, അതിന്റെ ഒബ്ജക്റ്റ് എഴുതാൻ പറഞ്ഞു, ഇറ്റ് എഴുതി. V3 എഴുതാൻ പറഞ്ഞു. പാസീവ് റൂളിൽ അവസാനം ബാക്കി V2 വരുന്നതിൽ V3 മാത്രമേ ഉള്ളൂ, പെയിന്റഡ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ്, ബൈ ഹൂം വാസ് ഇറ്റ് പെയിന്റഡ്, ബൈ ഹൂം വാസ് ഇറ്റ് പെയിന്റഡ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ആണല്ലോ. അപ്പൊ ഹൂവിൽ തുടങ്ങുന്ന സെന്റൻസുകൾ ബൈ ഹൂമിൽ തുടങ്ങുക. ഇന്ററോഗേറ്റീവ് സെന്റൻസിന്റെ പാസീവ് വോയിസിന്റെ ഇക്വേഷൻ പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പാസീവ് റൂൾ. ഇതാണ് പാസീവ് റൂൾ. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കി. ചോദ്യം ഇങ്ങനെയാണ്, ഹി സെഡ് അലാസ് ഇറ്റ് ഈസ് എ ഹെവി ലോസ്. റിപ്പോർട്ട് ചെയ്യാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. എക്സ്ക്ലമേറ്ററി ടൈപ്പ് സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ? നമുക്ക് എക്സ്ക്ലമേറ്ററി ടൈപ്പ് സെന്റൻസ് എങ്ങനെ കണ്ടെത്താം? ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ ആശ്ചര്യചിഹ്നം വരുന്ന സെന്റൻസുകളാണ് എക്സ്ക്ലമേറ്റർ. കണ്ടല്ലോ, അലാസ് ദാ കഴിഞ്ഞിട്ട് ആശ്ചര്യചിഹ്നം കിടക്കുന്നു. ഈ അലാസിന് പറയുന്ന പേരാണ് ഇന്റർജങ്ഷൻ എന്നാണ് പറയുന്നത്. ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് ഇന്റർജങ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സെന്റൻസ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ക്ലൈംഡ്, സെഡ് അല്ല എങ്കിൽ സെഡ് ടു, സെഡ് അല്ലെങ്കിൽ സെഡ് ടുവിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം കുട്ടികളെ, എക്സ്ക്ലൈംഡ് എന്ന് ഉപയോഗിക്കാം. എന്തുപയോഗിക്കാം, എക്സ്ക്ലൈംഡ്. അല്ല എങ്കിൽ വണ്ടേഡ് എന്ന് ഉപയോഗിക്കാം. എക്സ്ക്ലൈംഡ് അല്ലെങ്കിൽ വണ്ടേഡ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കണം, ദാറ്റ് ചേർക്കണം, ദാറ്റ് ചേർക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം കുട്ടികളെ, നമ്മൾ അലാസ്, വാവ്, ഓ ഇങ്ങനെയുള്ള മുതലായ വാക്കുകൾ ഒഴിവാക്കി കളയുക. ആ വാക്കുകൾ വേണ്ട. അപ്പൊ നമ്മൾ പറഞ്ഞത് സെഡ് അല്ലെങ്കിൽ സെഡ് ടുവിന് പകരം എക്സ്ക്ലൈംഡ് അല്ലെങ്കിൽ വണ്ടേഡ് ഉപയോഗിക്കുക, ദാറ്റ് ഉപയോഗിക്കണം സെന്റൻസിന് നടുക്ക്. അലാസ്, വാവ് ഈ വാക്കുകളൊക്കെ ഒഴിവാക്കി കളയുക. സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ റിപ്പോർട്ട് ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യാൻ അറിയാം. ഈസ് ആം വന്നു കഴിഞ്ഞാൽ എന്താക്കി കൊടുക്കുക, ഈസ് അല്ലെങ്കിൽ ആമാണ് വരുന്നെങ്കിൽ എന്താക്കുക, വാസാക്കി കൊടുക്കുക. ആറാണെങ്കിലോ, ആറാണെങ്കിൽ വേറാക്കി കൊടുക്കുക. അതേപോലെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണെങ്കിൽ എന്താക്കി കൊടുക്കുക, ഹാഡ് ആക്കി കൊടുക്കുക. അതുപോലെ ഹാഡ് ആണെങ്കിൽ എന്ത് എഴുതുക, ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെ എഴുതുക. ഇനി വാസ് അല്ലെങ്കിൽ വേറാണെങ്കിലോ, വാസോർ വേറാണ് വരുന്ന സെൻസ് ആണെങ്കിൽ വാസോർ വേറെ മാറ്റിയിട്ട് ഹാഡ് ബീൻ ആക്കി കൊടുക്കുക, ഹാഡ് ബീൻ ആക്കി കൊടുക്കുക. ഇനി വില്ലാണെങ്കിലോ, വില്ലാണെങ്കിൽ വുഡാക്കി കൊടുക്കുക. ഷാളാണെങ്കിലോ ഷുഡാക്കി കൊടുക്കുക, ഷാളാണെങ്കിൽ ഷുഡാക്കി കൊടുക്കുക. ക്യാൻ ആണെങ്കിലോ കുഡാക്കി കൊടുക്കുക, ക്യാൻ ആണെങ്കിൽ കുഡാക്കി കൊടുക്കുക. മേ ആണെങ്കിലോ, മേ ആണെങ്കിൽ മൈറ്റ് ആക്കി കൊടുക്കുക.
മേ ആണെങ്കിൽ മൈറ്റ് ആക്കി കൊടുക്കുക. മസ്റ്റ് ആണെങ്കിലോ മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു ആക്കി കൊടുക്കുക. മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു ആക്കി കൊടുക്കുക. V1 അല്ല എങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബാണെങ്കിൽ എന്തായി കൊടുക്കുക? V2 ആക്കി കൊടുക്കുക. V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെൻസ് ആണെങ്കിൽ എന്തായി കൊടുക്കുക? ഇതിനെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 ആക്കി കൊടുക്കുക. ഹാഡ് പ്ലസ് V3 റിപ്പോർട്ടായി. ഇനി നോക്കിയാണ് ഇവിടെ നമ്മൾ അലാസ് ഒഴിവാക്കി, എക്സ്ക്ലൈംഡ് ചേർത്തു, ദാറ്റ് ചേർത്തു, ഈസിന് വരെ എന്തായി കൊടുക്കുക? വാസ്. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ? ഇതും വാസ് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്ത് വന്നിട്ടില്ല? ഇവിടെ വാസോ ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് അത് വരില്ല. രണ്ടാമത്തേല് വാസൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ദാറ്റ് വന്നിട്ടില്ല, അതുകൊണ്ട് അത് തെറ്റ്. ഇവിടെ നമുക്ക് എക്സ്ക്ലൈംഡ് വന്നിട്ടുണ്ട്, ആൻഡ് സെഡ് കണ്ട, എക്സ്ക്ലൈംഡ് ആൻഡ് സെഡ് ഇറ്റ് വാസ്. നമുക്ക് ആൻഡ് സെഡ് ഒന്നും വേണ്ട, നമുക്ക് സെഡ് ഉപയോഗിക്കാറില്ല, ബാക്കിയൊക്കെ കുഴപ്പമില്ലായിരുന്നു. നമുക്കിവിടെ എക്സ്ക്ലൈംഡ് വിത്ത് സോറോ, അലാസ് എന്ന് പറഞ്ഞാൽ കഷ്ടമെന്നാണ്, നമുക്ക് സോറോ എന്ന് പറയാം. ദാറ്റ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, ഇറ്റ് വന്നിട്ടുണ്ട്, വാസ് വന്നിട്ടുണ്ട്. ഏത് ഓപ്ഷൻ? ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. ഏത് വരുന്നുള്ളൂ? ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കി. കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. കണ്ടല്ലോ, ചേഞ്ച് ഇൻ ടു പോസിറ്റീവ് ഡിഗ്രി എന്നാണ് പറഞ്ഞത്. തന്നിരിക്കുന്ന സെന്റൻസിനെ പോസിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റാൻ. ഒരു പോസിറ്റീവ് ഡിഗ്രിയിലോട്ട് സെന്റൻസിനെ മാറ്റാൻ പറഞ്ഞ ഒരു ഇക്വേഷൻ പഠിച്ചതിലെ കുട്ടികൾ എങ്ങനെയായിരുന്നു? നോ അതർ പ്ലസ് സെക്കൻഡ് പാർട്ട് പഠിച്ച്, സെക്കൻഡ് പാർട്ട് ഓക്സിലറി വെർബ് പ്ലസ് സോ അല്ലെങ്കിൽ അസ്, സോ ഓർ അസ് പ്ലസ് പോസിറ്റീവ് ഡിഗ്രി PD, പോസിറ്റീവ് ഡിഗ്രി പ്ലസ് അസ് പ്ലസ് ഫസ്റ്റ് പാർട്ട്. കണ്ടല്ലോ, ഇതാണ് ഇക്വേഷൻ. എങ്ങനെയായിരുന്നു? നോ അതർ, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. നോ അതർ പ്ലസ് സെക്കൻഡ് പാർട്ട് ഓക്സിലറി വെർബ് സോ അല്ലെങ്കിൽ അസ്, പോസിറ്റീവ് ഡിഗ്രി ആസ് പ്ലസ് ഫസ്റ്റ് പാർട്ട്. പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവിനെ പോസിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റി. ഇപ്പൊ ടാള് പോസിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ് ആണ്. ടാള്, ബിഗ്, സ്മോള്, ക്ലവർ ഇതൊക്കെ പോസിറ്റീവ് ഡിഗ്രിയാണ് അല്ലേ? ഇതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി പറഞ്ഞാൽ ER അവസാനിക്കുന്നതോ മോറിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്കുകളാണ് കമ്പാരിറ്റീവ് ഡിഗ്രി. ഇതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി പറഞ്ഞല്ലോ EST അവസാനിക്കുന്നതോ മോസ്റ്റ് തുടങ്ങുന്നതോ. ഓക്കെ, അപ്പൊ നോക്കിയാൽ ഇപ്പൊ മോസ്റ്റ് ഒക്കെ ഉള്ള സെന്റൻസ് ആണെങ്കിൽ മോസ്റ്റ് ഒഴിവാക്കിയാൽ മതി, മോർ ആണെങ്കിൽ മോർ ഒഴിവാക്കിയാൽ മതി, പോസിറ്റീവ് ഡിഗ്രി ആയിട്ട് കിട്ടും. നോദർ ചേർക്കുക. സെക്കൻഡ് പാർട്ട്, എന്താണ് ഈ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ? തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്ന പേര് ഫസ്റ്റ് പാർട്ട്, തന്നിരിക്കുന്ന സെന്റൻസിലെ ഒബ്ജക്റ്റ് വരുന്ന മുഴുവൻ ഭാഗത്തിന് പറയുന്ന പേര് സെക്കൻഡ് പാർട്ട്. നോക്കട്ടെ, ഇവിടെ കേരള എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട്, ഈസ് ഓക്സിലറി വെർബ്, മോസ്റ്റ് ലിറ്ററേറ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി മോസ്റ്റ് വരുന്നു, സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം നോ അതർ ചേർക്കുക. നോ അതർ എഴുതി നിങ്ങൾ എന്നെ എന്നോടൊപ്പം പറഞ്ഞു നോക്കി. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം കുട്ടികളെ? സെക്കൻഡ് പാർട്ട് ഏതാണ്ടോ? സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എഴുതി, സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എഴുതി. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതാൻ പറഞ്ഞു? ഓക്സിലറി വെർബ് ഏതാണ് കിടക്കുന്നത്? ഈസ് എഴുതി. അതിൻ്റെ എന്ത് എഴുതാൻ പറഞ്ഞു? സോ അല്ലെങ്കിൽ അസ്, രണ്ടിൽ ഏത് വേണം ചേർക്കുക. ഞാനിപ്പോൾ സോ ചേർത്തു. ഇനി പോസിറ്റീവ് ഡിഗ്രി, മോസ്റ്റ് ലിറ്ററേറ്റിന്റെ പോസിറ്റീവ് ഡിഗ്രി ഏതാ? മോസ്റ്റ് ഒഴിവാക്കിയാൽ മതി, ലിറ്ററേറ്റ്. വീണ്ടും എന്ത് ചേർക്കാൻ പറഞ്ഞു? അസ്. ഫസ്റ്റ് പാർട്ട് ഏതാണ്? കേരള. എങ്ങനെ കിട്ടി? നോ അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് സോ ലിറ്ററേറ്റ് അസ് കേരള. ഏത് വരുന്നൂടെ? നോ അതർ വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, സി ഓപ്ഷൻ. നോ അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് അസ്. സോ അല്ലെങ്കിൽ അസ് രണ്ടിൽ ഏതാണ് ചേർക്കുക? ഇവിടെ അസ് ലിറ്ററേറ്റ് അസ് കേരള ഇവിടെ വന്നിട്ടുണ്ട്. ഉത്തരം ഏതാണ്? സി ഓപ്ഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് ഡിഗ്രി ഇക്വേഷൻ ഏതാ? നോ അതർ പ്ലസ് സെക്കൻഡ് പാർട്ട് ഓക്സിലറി വെർബ് സോ അല്ലെങ്കിൽ അസ്, പോസിറ്റീവ് ഡിഗ്രി ആസ് പ്ലസ് ഫസ്റ്റ് പാർട്ട്. അടുത്ത ചോദ്യം നോക്കി. ഡു നോട്ട് ലാഫ് ഡാഷ് ദ പുവർ. കണ്ടല്ലോ, അപ്പൊ പ്രിപ്പോസിഷൻ ആണ്. ടു ഉണ്ട്, അറ്റ് ഉണ്ട്, ഓൺ ഉണ്ട്, ഇൻ ഉണ്ട്. ഏതുത്തരം വരുന്നു? അറ്റാണ് ഉത്തരം വരുന്നത്. ലാഫ് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറഞ്ഞ കൂട്ടലെ? അറ്റ് ചേർക്കണം. എന്ത് ചെയ്യുന്നൂടെ? എയിം കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? അറ്റ് ചേർത്ത് പറയണം. എയിം. എബിലിറ്റി എന്ന വാക്ക് കഴിഞ്ഞാൽ എന്ത് ചേർക്കണം? അറ്റ് ചേർത്ത് പറയണം. ഗുഡ് എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞാൽ എന്ത് ചേർക്കാം? അറ്റ് ചേർത്തിട്ട് പറയണം. ഗസ് എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞാലോ GUESS കഴിഞ്ഞാൽ അറ്റ് ചേർത്തിട്ട് പറയാം. അതേപോലെ എന്ത് ചെയ്യും?
ഗ്ലാൻസ് എന്ന വാക്ക് കഴിഞ്ഞാലോ, ഗ്ലാൻസ് എന്ന വാക്ക് കഴിഞ്ഞാലും അറ്റ് ചേർത്ത് പറയാം. അതേപോലെ ക്ലവർ എന്ന വാക്ക് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയാം, അറ്റ് ചേർത്ത് പറയാം. ഓക്കെ, ബാർക്ക് എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞാൽ എന്ത് ചേർക്കാം, അറ്റ് ചേർത്തിട്ട് പറയാം. ബാർക്ക്, ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർക്കാം, അറ്റ് ചേർത്തിട്ട് പറയാം. അടുത്ത ചോദ്യം നോക്കി. മൈ ഫ്രണ്ട് ഡാഷ് മൈ ബ്രദർ ഈസ് ഇൽ. കണ്ടല്ലോ, തന്നിരിക്കുന്ന ചോദ്യത്തില് കൺജങ്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സോ ദാറ്റ് ഉണ്ട്, ആസ് വെൽ ആസ് ഉണ്ട്, ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്. ഇവിടെ നോക്കിയാണെങ്കിലേ മൈ ഫ്രണ്ട് ഏതോ ഒരു വാക്ക് വെച്ചിട്ട് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചു, തുടർന്ന് വരുന്ന ഉത്തരം എന്താ, സിംഗുലർ. കണ്ടല്ലോ, ഈ രണ്ട് വ്യത്യസ്ത സബ്ജക്റ്റിനെ ഏതോ ഒരു വാക്ക് വെച്ച് കണക്ട് ചെയ്തപ്പോൾ തുടർന്ന് വരുന്ന സബ്ജക്റ്റ് സിംഗുലർ. ഇവിടെ നമുക്ക് ആൻഡ് വെച്ചോ ഓർ വെച്ചോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം ഏത് വരുന്നൂടെ, സെക്കൻഡ് സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നൂടെ, മൈ ബ്രദർ. ആൻഡ് വെച്ചൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലൂറലായിട്ട് മാറും. നീ സോ ദാറ്റ് വെച്ചിട്ട് കണക്ട് ചെയ്യാനും പറ്റൂല. എന്ത് അപ്പൊ നോക്ക്, അവിടെ നമുക്ക് വരുന്നത് അസ് വെൽ ആസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അസ് വെൽ ആസ് ഉത്തരമായിട്ട് വരും. കാരണം എന്താണ്, നമുക്ക് അസ് വെൽ ആസ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകത, രണ്ട് വ്യത്യസ്ത സബ്ജക്റ്റുകളെ അസ് വെൽ ആസ്, as much as ഒക്കെ വെച്ച് കണക്ട് ചെയ്താൽ തുടർന്ന് വരുന്ന ഉത്തരം എന്ത് ചെയ്യണം, ഫസ്റ്റ് സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരമായിട്ട് എഴുതാം. ഏതെഴുതാടോ, ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് മൈ ഫ്രണ്ട് ആണ്. മൈ ഫ്രണ്ട് സിംഗുലാർ ആവുകൊണ്ട് ഈസ് അവിടെ വരാം. അപ്പൊ നമുക്ക് ഉത്തരം ഏത് വരുന്നൂടെ, മൈ ഫ്രണ്ട് അസ് വെൽ ആസ് മൈ ബ്രദർ ഈസ് ഇൽ. അവിടെ ഉത്തരമായിട്ട് വരും. ഓക്കെ, അപ്പൊ ഏതൊക്കെ വാക്കുകളാണ്, അസ് വെൽ ആസ് വാക്കൊന്ന് പഠിച്ചേ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഈ വാക്ക്. അസ് വെൽ ആസ്, as much as, as well as, as much as. അതുപോലെ besides, അതുപോലെ with, അതുപോലെ along with, അതുപോലെ together with, അതുപോലെ rather than, അതുപോലെ more than, അതുപോലെ in the company of, accompanied by, followed by. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ച് ഉത്തരം എഴുതാം. ഫസ്റ്റ് സബ്ജക്റ്റ് മൈ ഫ്രണ്ട് ആയതുകൊണ്ട് നമുക്ക് ഈസ് അവിടെ വരാം. ഓക്കെ, അപ്പൊ നോക്കിയേ ഇവിടെ ഇതേതെല്ലാം വാക്കുകളൊന്നും ഓർമ്മയിലിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ. ദ ബെഞ്ച് ഡാഷ് ലെഗ്സ് ആർ ബ്രോക്കൺ മസ്റ്റ് ബി റിപ്പയർഡ്. കണ്ടല്ലോ, റിലേറ്റീവ് പ്രൊനൗൺ ആണ്. നിങ്ങൾ പഠിക്കാം, ഡാഷ് കഴിഞ്ഞിട്ട് ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ഡാഷ് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബാണ് വരുന്നെങ്കിൽ ഉത്തരം ഏതാണ്, ഉത്തരമായിട്ട് വരുന്നത് ഹൂ ആണ്. ഇനി പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ഡാഷ് കഴിഞ്ഞിട്ട് പ്രോനൗൺ ആണ് വരുന്നതെങ്കിൽ ഉത്തരമായിട്ട് വരുന്നത് ഏതാ, ഹൂമാണ്. ഡാഷ് കഴിഞ്ഞിട്ട് ഒരു നൗൺ ആണ് വരുന്നതെങ്കിൽ ഉത്തരം ഏതാണ് മക്കളെ, ഹൂസാണ്. ഇവിടെ നോക്ക്, ഡാഷ് കഴിഞ്ഞിട്ട് ലെഗ്സ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. നൗൺ എന്നുകൊണ്ട് ഉത്തരം ഏത് വരുന്നു, ഹൂസ്. സി ഓപ്ഷനോട് ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കി. ഹൗ ക്യൂട്ട് ദ ബേബി ലുക്സ്. ഏത് ടൈപ്പ് സെന്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ററോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി, ഡിക്ലറേറ്റീവ്, ഇമ്പരേറ്റീവ്. നിങ്ങൾ തന്നെ പറ. ആശ്ചര്യചിഹ്നത്തിൽ അവസാനിച്ച് കഴിഞ്ഞാൽ അത്തരം സെന്റൻസുകളാണ് എക്സ്ക്ലമേറ്ററി ടൈപ്പ് സെന്റൻസ്. അപ്പൊ നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് സെന്റൻസ്. ഒന്നാമത്തെ സെന്റൻസ് നമുക്ക് 4 ടൈപ്പാണുള്ളത്. സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് അസർട്ടീവ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ഡിക്ലറേറ്റീവ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് അഫർമേറ്റീവ്. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാൻ കൂട്ടല്ലേ, സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസ്. ഇത്തരം സെന്റൻസുകൾ സബ്ജക്റ്റിൽ തുടങ്ങുന്നു. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നൗൺ വരാം, പ്രോനൗൺ വരാം, കഴിഞ്ഞിട്ട് എന്തിൽ അവസാനിക്കും, ഫുൾ സ്റ്റോപ്പിൽ. രണ്ടാമത്തതാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇന്ററോഗേറ്റീവ് എങ്ങനെ മനസ്സിലാക്കാം, ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങി അല്ലെങ്കിൽ ഓക്സിലറി വെർബിൽ തുടങ്ങി എന്തിൽ അവസാനിക്കുന്നു, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. ക്വസ്റ്റ്യൻ വേർഡ് അല്ലെങ്കിൽ ഓക്സിലറി തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. മൂന്നാമതാണ് ഇമ്പരേറ്റീവ്. ഇമ്പരേറ്റീവ് എങ്ങനെ മനസ്സിലാക്കാം, നമുക്ക് വെർബിലോ അല്ല എങ്കിൽ പ്ലീസ് എന്ന് പറയുന്ന വാക്കിലോ അല്ല എങ്കിൽ കൈൻഡ്ലി എന്ന് പറയുന്ന വാക്കിലോ, കൈൻഡ്ലി അല്ല എങ്കിൽ ബി, അതല്ല എങ്കിൽ ഡോണ്ട്,
മുതലായ വാക്കിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. വെർബ് പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നത് ഇമ്പരേറ്റീവ്, റിക്വസ്റ്റ് കമാൻഡ് ടൈപ്പ്. ലാസ്റ്റത്താണ് എക്സ്ക്ലമേറ്ററി. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാൻ കുട്ടികളെ? ആശ്ചര്യചിഹ്നം വരുന്ന സെൻറ്റൻസുകളാണ് എക്സ്ക്ലമേറ്ററി. ഇവിടെ ചില കുട്ടികൾക്ക് ഡൗട്ട് വരാം, ക്വസ്റ്റ്യൻ വേർഡ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് വരുന്ന സെൻറ്റൻസിന് ചെറിയൊരു പ്രത്യേകത, ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബാണ് കിടക്കുന്നതെങ്കിൽ അത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ചോദ്യം ചോദിക്കുന്ന ടൈപ്പ്. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ് വെർബാണ് വരുന്നതെങ്കിൽ അത് എക്സ്ക്ലമേറ്ററി. ആഡ് വെർബ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണങ്ങൾ അല്ലെങ്കിൽ ക്രിയാവിശേഷം. നമുക്ക് ഇവിടെ ഹൗ കഴിഞ്ഞിട്ട് ക്യൂട്ട് എന്നാണ് പറയുക, ക്യൂട്ട് ഒരു അഡ്ജക്റ്റീവാണ്, അതുകൊണ്ട് അത് എക്സ്ക്ലമേറ്ററി. ഓക്കെ, ക്ലിയർ ആണല്ലോ സെൻറ്റൻസ്. അടുത്ത് നോക്കിയേ, എഡിറ്റ് ദ സെൻറ്റൻസ്. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ തെറ്റ് തിരുത്താനാണ്. വുമൺ കുക്സ് ഫുഡ് ഇൻ ദി കിച്ചൺ. കണ്ടല്ലോ, അവിടെ കുക്സ് എന്ന് പറയുന്ന വെർബിന് എന്തോ തെറ്റുണ്ട്. എന്താണ് തെറ്റ്? വിമൺ എന്ന് പറയുന്നത് MEN എന്ന് പറഞ്ഞ പ്ലൂറലാണ്. പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂറലായിരിക്കണം. ഓക്കെ, വുമൺ എന്ന് പറയുന്നത് MAN എന്ന് പറഞ്ഞ സിംഗുലാറാണ്, അതിൻ്റെ പ്ലൂറലാണ് വിമൺ. MEN എന്ന് പറഞ്ഞ പ്ലൂറലാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ വെർബ് പ്ലൂറലാണ്. V1 ഫോമിലെ വെർബ് പ്ലൂറലാണ്, എസ്സിൽ അവസാനിക്കുന്ന വെർബ് സിംഗുലാറാണ്. V2 ഫോമിലെ വെർബ് സിംഗുലാറുമാണ്, പ്ലൂറലുമാണ്. സിംഗുലാർ അല്ലെങ്കിൽ പ്ലൂറലായിട്ട് ഉപയോഗിക്കാം. ഇവിടെ നോക്കണോ, ഇവിടെ നമുക്ക് കുക്ക് പ്ലൂറലാണ്, ഉത്തരം വരാം. കുക്കിംഗ് ING ഒറ്റയ്ക്ക് നിൽക്കില്ല, ഈസ് സിംഗുലാർ, അപ്പോൾ നമുക്ക് ഇവിടെ ഉത്തരം വരില്ല. ഹാസ് സിംഗുലാർ, ഉത്തരം വരില്ല. അല്ലെങ്കിൽ ഹാസ് കഴിഞ്ഞാൽ V3 വരുള്ളൂ, ഇവിടെ ING വരും. പക്ഷേ ഇത് വരാത്തതിന് കാരണം ഇത് സിംഗുലാറാണ്. നമുക്ക് അതിൽ ഉത്തരം വരുള്ളൂ. A ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. A ഓപ്ഷൻ ഉത്തരം വരും. അടുത്ത ചോദ്യം നോക്കിയേ, റാണി ഹാസ് ഗോട്ട് 2 സിസ്റ്റേഴ്സ് ആൻഡ് എ ബ്രദർ ഡാഷ് സിസ്റ്റേഴ്സ് ആർ മാരീഡ്. കണ്ടല്ലോ, റാണി ഹാസ് 2 സിസ്റ്റേഴ്സ് ആൻഡ് എ ബ്രദർ ഡാഷ് സിസ്റ്റേഴ്സ് ആർ മാരീഡ്. നോക്കിയാണ് കുട്ടികളെ, കൺജങ്ഷനുമായി ബന്ധപ്പെട്ടത് നെയ്തർ ഓഫ് ഉണ്ട്, എയ്തർ ഓഫ് ഉണ്ട്, നൺ ഓഫ് ഉണ്ട്, ബോത്ത് ഓഫ് ഉണ്ട്. ഇവിടെ നമുക്ക് നെയ്തർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുമല്ല, എയ്തർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നെന്നാണ്, നൺ ഓഫ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെന്നാണ്, ബോത്ത് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒന്നാണ്. ഇതിലേത് വരും കുട്ടികളെ? റാണിക്ക് 2 സിസ്റ്റർ ഉണ്ട്, ഒരു ബ്രദറും ഉണ്ട്. 2 സിസ്റ്ററും കല്യാണം കഴിഞ്ഞു, 2 പേരും കല്യാണം കഴിഞ്ഞു, സിസ്റ്റേഴ്സ് 2 പേരും കല്യാണം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നെയ്തർ ഇല്ലാന്ന് വരില്ല, നെഗറ്റീവ് മീനിങ്. എയ്തർ ഏതെങ്കിലും ഒന്നെന്നാണ്, 2ൽ ഒന്നെന്നാണ്, ഒന്നെന്നല്ല 2ഉം കല്യാണം കഴിഞ്ഞു എന്നാണ്, നൺ ഓഫ് ഒന്നും ഇല്ലെന്നാണ്, ബോത്ത് എന്ന് പറഞ്ഞാൽ 2. ഏതാണ് ഉത്തരം? D ഓപ്ഷൻ അവിടെ ഉത്തരമായിട്ട് വരും. 2 പേരും കല്യാണം കഴിഞ്ഞു, കാരണം ഇവിടെ 6 വന്നിട്ടുണ്ട് പ്ലൂറൽ, അതുകൊണ്ട് 2 പേരും എന്ന അർത്ഥത്തിൽ ബോത്ത് വരും. ക്ലിയർ ആണല്ലോ. അടുത്ത് നോക്കിയേ, ജാക്ക് ആൻഡ് ജില്ല് ഡാഷ് ടു ദ സെയിം ഫാമിലി. കണ്ടല്ലോ, 2 വ്യത്യസ്ത വ്യക്തികളെ, അതായത് 2 വ്യത്യസ്ത നൗണുകളെ എന്ത് ചെയ്തു? ആൻഡ് വെച്ച് ബന്ധിപ്പിച്ചാൽ, 2 വ്യത്യസ്ത നൗണുകളെ ആൻഡ് വെച്ച് ബന്ധിപ്പിച്ചാൽ തുടർന്ന് വരുന്ന ഉത്തരം പ്ലൂറൽ വെർബായിരിക്കും. 2 നൗണുകളെ ആൻഡ് വെച്ച് ബന്ധിപ്പിക്കുകയും അതിൽ ഏതെങ്കിലും ഒരു നൗണിന് മുന്നിൽ എന്ത് വന്നു? പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ കഴിഞ്ഞിട്ടാണ് നൗൺ. ഇപ്പോൾ 2 വ്യത്യസ്ത സബ്ജക്റ്റുകളെ ആൻഡ് വെച്ച് ബന്ധിപ്പിക്കുന്നു, ഏതെങ്കിലും ഒന്നിന് മുന്നിൽ പൊസസീവ് അഡ്ജക്റ്റീവോ ആർട്ടിക്കിളോ വന്നു കഴിഞ്ഞാൽ ഉത്തരം സിംഗുലാർ. പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? മൈ, അവർ, അതുപോലെ യുവർ, അതുപോലെ ഹിസ്, അതുപോലെ ഹെർ, ഇറ്റ്സ്, ദെയർ. ഇതാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എ, ആൻഡ്, ദ. ഇതിൽ ഏതെങ്കിലും ഒന്ന് 2 വ്യത്യസ്ത സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുന്ന ആൻഡ് വെച്ച് ബന്ധിപ്പിക്കുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം സിംഗുലാർ. എന്നാൽ 2 സബ്ജക്റ്റിന് മുന്നിലും ആൻഡ് വെച്ച് ബന്ധിപ്പിക്കുന്ന 2 സബ്ജക്റ്റിന് മുന്നിലും പൊസസീവ് അഡ്ജക്റ്റീവ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഉത്തരം പ്ലൂറൽ വെർബായിട്ട് മാറും. 2 സബ്ജക്റ്റിന് മുന്നിലും ആൻഡ് വെച്ച് 2 സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുന്നു, 2 സബ്ജക്റ്റിന് മുന്നിലും പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നിരിക്കുന്നു. വന്നു കഴിഞ്ഞാൽ ഉത്തരം എന്തിലേക്ക് മാറുന്നു കുട്ടികളെ? പ്ലൂറൽ വെർബിലേക്ക് മാറുന്നു. വെർബ് പ്ലൂറലായിട്ട് മാറുന്നു. ആർട്ടിക്കിൾ അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ് പ്ലസ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ വെർബിലേക്ക് മാറും. 2 സബ്ജക്റ്റിന് മുന്നിലും പൊസസീവ് അഡ്ജക്റ്റീവ് ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ. ഇവിടെ നോക്കണോ, ജാക്ക് ഒരു വ്യക്തി, ജില്ല് മറ്റൊരു വ്യക്തി. 2 വ്യത്യസ്ത വ്യക്തികൾ പ്ലൂറലായിരിക്കണം. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബിലോങ്സ് എന്ന് പറയുന്നത് സിംഗുലാർ ആണ്. എസ്സിൽ അവസാനിക്കുന്ന വെർബെല്ലാം സിംഗുലാർ വരില്ല. ബിലോങ് V1 ആണ്, വരാം.
ബിലോങ്ങിങ് ING ഒറ്റയ്ക്ക് നിൽക്കില്ല, ഹാസ് സിംഗുലാർ ആണ്, അതുകൊണ്ട് അത് കാര്യമില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് A ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പം നമ്മളിന്ന് 10 ചോദ്യങ്ങളാണ് നോക്കിയത്. 10 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അപ്പോൾ വളരെ വ്യക്തമായി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നോക്കിയിരുന്നു. നിങ്ങൾ എല്ലാവരും മാർക്കുകളൊന്ന് കമൻറ്റ് ചെയ്യുക. ചോദ്യങ്ങൾ നമ്മൾ ഏകദേശം 10, 80, 100 ചോദ്യങ്ങളോളം അടുക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം വർക്കൗട്ട് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ തന്നെ പരീക്ഷകൾ എന്ത് ചെയ്യാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ ചോദ്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലും ആ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ കുട്ടികൾക്ക് പിന്നീട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പറയുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. എല്ലാവരും എന്നോടൊപ്പം വർക്കൗട്ട് ചെയ്ത് വരിക. അപ്പോൾ കുട്ടികൾക്ക് ടോപ്പിക്കുകൾ നമ്മൾ ഓരോന്നിൻ്റെയും കുറേ ടോപ്പിക്കൊക്കെ എടുത്തിട്ടുണ്ട്. ബാലൻസ് ടോപ്പിക്കുകൾ എടുക്കുന്നതാണ്. അപ്പോൾ അത്തരം ടോപ്പിക്കുകളും കൂടെ നമ്മൾ കവർ ചെയ്ത് വരും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് മാർക്ക് കളയാണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ നിഷ്പ്രയാസം പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.